വൈസ് ചാൻസലർ മുറി അനുവദിക്കാത്തതോടെ കേരള സർവകലാശാല സിൻഡിക്കേറ്റ് സബ് കമ്മിറ്റിയുടെ യോഗം മുടങ്ങി. വിദ്യാർത്ഥികളുടെ ഗ്രേസ് മാർക്ക് തീരുമാനിക്കാനുള്ള സബ് കമ്മിറ്റി യോഗമാണ് മാറ്റിവെച്ചത്. ഇതിനിടെ VC വിളിച്ച യോഗത്തിൽ നിന്ന് ഇടത് സംഘടനാ പ്രതിനിധികൾ വിട്ടുനിൽക്കുകയും ചെയ്തു. ഹാൻസ് ജോൺ ഉണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. ഹാൻസ്, ഇത്തരം പ്രശ്നങ്ങൾ ഒഴിഞ്ഞിട്ട് അവിടെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി നിലകൊള്ളാൻ വൈസ് ചാൻസലറുമില്ല, സിൻഡിക്കേറ്റ് അംഗങ്ങളുമില്ല, അങ്ങനെ ഒരു ഭരണസമിതിയും അവിടെ ഇല്ലാത്തൊരു രീതിയാണ്. ഇന്നുണ്ടായ സംഭവങ്ങൾ എന്നാണ്? ഓരോ ദിവസവും ഇത്തരം കാര്യങ്ങൾ ഇങ്ങനെ ആവർത്തിക്കപ്പെടുന്ന സാഹചര്യമാണല്ലോ ഉള്ളത്. തീർച്ചയായും സംഗീത, അല്പസമയം മുമ്പാണ് സർവകലാശാലയിലെ ജീവനക്കാർ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ആ സമയത്ത് അവർ വ്യക്തമാക്കിയത് നിലവിൽ വലിയ രീതിയിലുള്ള ഭരണപ്രതിസന്ധി സർവകലാശാലയിലുണ്ട്. ഈ പ്രതിസന്ധി ഏറ്റവും അധികം ബുദ്ധിമുട്ടിലാക്കുന്നത് വിദ്യാർത്ഥികളെയും ജീവനക്കാരെയുമാണ്. ഈ പ്രതികരണം ശരിവെക്കുന്നതാണ് നിലവിൽ സംഭവിച്ചിരിക്കുന്ന കാര്യം. ഇന്ന് ചേരാനിരുന്ന സർവകലാശാല സിൻഡിക്കേറ്റ് സബ് കമ്മിറ്റി യോഗമാണ് ഇപ്പോൾ മാറ്റിവെച്ചിരിക്കുന്നത്. 4 വർഷ ബിരുദ പ്രോഗ്രാമുകളിലേക്കുള്ള NCC, NSS ഭിന്നശേഷി വിദ്യാർത്ഥികൾക്ക് ഗ്രേസ് മാർക്ക് നിശ്ചയിക്കാനുള്ള യോഗമാണ് മാറ്റിവെച്ചത്. യോഗം മാറ്റിവെക്കാനുള്ള കാരണം ഇതിനുവേണ്ടി റൂം അനുവദിച്ചില്ല എന്നുള്ളതാണ്. VCയുടെ നിർദ്ദേശപ്രകാരം നിലവിൽ റൂം അനുവദിക്കാൻ കഴിയില്ല, യോഗം ചേരാൻ റൂം അനുവദിക്കാൻ കഴിയില്ല എന്ന് രജിസ്ട്രാർ ഇൻചാർജായിട്ടുള്ള മിനി കാപ്പൻ സബ് കമ്മിറ്റി കൺവീനറെ അറിയിക്കുകയായിരുന്നു. ഇനി എന്ന് ഈ യോഗം ചേരാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. പക്ഷേ അതിനോടൊപ്പം തന്നെ എന്തുകൊണ്ട് ഈ റൂം നിഷേധിച്ചു എന്നുള്ള കാര്യത്തിൽ വൈസ് ചാൻസലറുടെ ഓഫീസ് ഇതുവരെയും വ്യക്തമായ ഒരു മറുപടി നൽകിയിട്ടില്ല. പക്ഷേ കഴിഞ്ഞ ദിവസം ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ സിൻഡിക്കേറ്റ് റൂമിലേക്ക് വിളിച്ചു വരുത്തി ജീവനക്കാരെ ഭീഷണിപ്പെടുത്തി എന്നൊരു പരാതി വൈസ് ചാൻസലർക്ക് ലഭിച്ചിരുന്നു. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നിലവിൽ ഏകപക്ഷീയമായ ഒരു തീരുമാനം വൈസ് ചാൻസലറുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നതെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതേസമയം ഈ പരാതിയിൽ ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായ സംഭവവികാസത്തിൽ ഇന്ന് കോൺഗ്രസ് അനുകൂല സംഘടനാ ജീവനക്കാരുടെ ഒരു പ്രതിഷേധവും സർവകലാശാലയിലുണ്ടായി. അതേസമയം ഇന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് VC ഉച്ചയ്ക്ക് ഒരു യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ടായിരുന്നു. ആ യോഗം ഇപ്പോൾ അവസാനിച്ചിട്ടുണ്ട്. ഈ യോഗത്തിലേക്ക് 4 സംഘടനാ ജീവനക്കാരുടെ പ്രതിനിധികളെയും ക്ഷണിച്ചിരുന്നു. CPI, കോൺഗ്രസ്, CPIM, അതിനോടൊപ്പം തന്നെ BJP. പക്ഷേ ഈ യോഗത്തിൽ നിന്നും CPIM പ്രതിനിധികൾ വിട്ടുനിന്നു. VC അമിത അധികാരം സർവകലാശാലയിൽ ഉപയോഗിക്കുന്നു. അതിനോടൊപ്പം തന്നെ ഇടത് സിൻഡിക്കേറ്റുകൾക്ക് എതിരെ ഉണ്ടായ നടപടിയിലും പ്രതിഷേധിച്ചുകൊണ്ടാണ് CPIM അനുകൂല സംഘടനാ ജീവനക്കാർ ഈ യോഗത്തിൽ നിന്നും വിട്ടുനിന്നത്. സംഗീത, ശരി ഹാൻസ, എന്താണെങ്കിലും വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് അത് ചിന്തിച്ചു തന്നെ ഈ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം ഉണ്ടാക്കേണ്ട സമയം അതിക്രമിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം.